അഭി അവളുടെ ഓഫീസിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിലിടിച്ചു. ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തൻ്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു. നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? നിന്റെ പാട്ട വണ്ടി കൊണ്ടുവന്നിരിക്കാൻ എൻ്റെ കാറേ കിട്ടിയുള്ളൂ. നീ കാരണം എൻ്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണു. അലവരാതി. അതും പറഞ്ഞ് ദേവ ചൂടായപ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയാൻ. അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ചൂടാവേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അഭിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി. ഒന്ന് ചൂടായി നോക്ക്. കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ആരടാ നിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഓടാ ഇവിടെ നിന്ന്. ഇത്രയൊക്കെ നടന്നിട്ടും തൻ്റെ കോപത്തെ മൊത്തം ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി അഭി ലിഫ്റ്റിൽ കയറി ചെല്ലുന്നു. ഇല്ല, നെക്ലസ് കാണുന്നില്ല. എവിടെ പോയിന്നറിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ മുഴുവൻ നോക്കിയതാ. മിക്കവാറും ഇത് അത് ചെയ്തതാവും. അബി, മര്യാദയ്ക്ക് പറഞ്ഞു, ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ചെയിൻ എവിടെ? എനിക്കറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട. പല്ലവി പറഞ്ഞത് കേട്ട് അഭിയുടെ മുഖം മാറി. എനിക്കെങ്ങനെ അറിയാനാ? ഈ അഭിനയൊക്കെ അങ്ങ് വീട്ടിൽ മതി. ചെയിൻ വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു. നിന്നെയും വിശ്വസിച്ച് അതൊന്ന് തുറന്നു നോക്കുപോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ നോക്കുമ്പോ ചെയിനും ഇല്ല, ഒന്നുമില്ല. നീയാ എടുത്തെന്ന് എനിക്കറിയാം. അത് തിരിച്ചതാ. പല്ലവി, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല പല്ലവി. അത് സഫേർ ജെയിംസ് പതിച്ച കോസ്റ്റ്ലി ചെയിനാ. US പോകുമ്പോ കൂടെ കൊണ്ടുവരുള്ളതായിരുന്നു. അത് മാത്രമല്ല, അതൊരു ലക്കി ചെയിനാ. മര്യാദയ്ക്ക് തിരിച്ചതാ. പല്ലവി പ്ലീസ്, എല്ലാവരും നോക്കുന്നുണ്ട്. ഷർട്ടിന്റെ കോളറിൽ നിന്ന് കൈയെടുക്ക്. ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളുടെ അടുത്ത് അവൻ കെഞ്ചി. കൈയെടുക്കാൻ പറ്റില്ല. നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ എന്റെ മാനം പോയിക്കൊണ്ടിരിക്കുക. നിന്നെ പോലൊരുത്തനെ കല്യാണം കഴിച്ചത് എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണെന്ന് ഓൾറെഡി ഇവിടെ ഒരു ഗോസിപ്പ് പരന്നു കഴിഞ്ഞു. മതി. എന്റെ അച്ഛൻ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചതും മതി. ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്നതും മതി. പല്ലവി അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന പല്ലവിയുടെ ഫ്രണ്ട്. പല്ലവി, എന്താ പ്രശ്നം? ഇവൻ എന്തിനാ നിന്നോട് സംസാരിക്കുന്നത്? വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ആരാടാ ഇവൻ? അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല. എനിക്ക് പോവാൻ 1 മണിക്കൂർ കൂടിയേ സമയമുള്ളൂ. അതിനുള്ളില് എനിക്ക് ചെയിൻ കിട്ടിയിരിക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. പല്ലവി, ഡോണ്ട് വറി ഡിയർ. നീ അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ നിനക്ക് ഇതുപോലൊരെണ്ണം ഞാൻ പ്രിവി. നിനക്ക് നന്നായി ചേരുന്ന ഒരെണ്ണം. ദേവ പല്ലവിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അഭി മനസ്സുടഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. അതെന്താടാ നിന്റെ കയ്യില്? ചുമ്മാ ഒന്ന് നോക്കട്ടെ. നമുക്ക് താടാ. ഇതെന്തിനാ? പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ കള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു. പാർക്കിങ്ങിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിന്നിരുന്ന അവന് കനകത്തിന്റെ ഫോൺ വരും. ഹലോ മോനെ, ആ ചെയിൻ ഇവിടെ എവിടെയില്ല. ഇനിയിപ്പോ നീ എന്ത് ചെയ്യും മോനെ? എന്ന് ചോദിച്ച കനകത്തോട് എനിക്കറിയില്ല ചേച്ചി. ഒരു പാപമായി അഭി പറഞ്ഞു. എന്റെ താലി ചെയിൻ തന്നു കഴിഞ്ഞാൽ അത് വെച്ച് മറ്റേ ചെയിൻ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞുപോയി. മോനെ, മോനെ, മോനെ. ചേച്ചി, അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് മതി ചേച്ചി. ഇത് ഞാൻ നോക്കിക്കോളാം. ശരി മോനെ. പല്ലവി ദേഷ്യത്തിൽ അവളുടെ ചെയറിൽ ഇരിക്കുന്നു. അവളുടെ ചുറ്റും അവളുടെ ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവിയുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ വാശി പിടിക്കല്ലേ പല്ലവി. ചെക്ക് ഇൻ ചെയ്യാൻ ഇനി 1/2 മണിക്കൂർ പോലും ഇല്ല. അവൻ ഈ സമയം കൊണ്ട് അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ. അതെ പല്ലവി, അവൻ പറയുന്നത് കേക്ക്. അമേരിക്കൻ യാത്ര അത്രയ്ക്ക് ഇമ്പോർട്ടന്റാ. തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം. സമയായില്ലേ, പോവാൻ നോക്ക് പല്ലവി. എല്ലാവരും പറഞ്ഞപ്പോൾ പകുതി മനസ്സോടെ സ്യൂട്ട് കേസ് എടുത്ത് യാത്രയാകുന്നു പല്ലവി. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് നിർത്ത്. എന്തുപറ്റി? അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ഇടിച്ചു നുറുക്കടാ. പല്ലവി കോപത്തോടു കൂടി പറഞ്ഞപ്പോൾ പല്ലവിയുടെ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുന്നു. പെട്ടെന്ന് എതിരെ ഒരു ഓട്ടോറിക്ഷ വന്നു നിൽക്കുന്നു. പെട്ടെന്ന് കാർ നിർത്തുന്നു. എന്താടാ നായെ കാണിക്കുന്നേ? എന്ത് ധൈര്യത്തിലാ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത്? നിനക്ക് ഓഫീസിൽ തന്നെ
നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു. നീ എന്തൊലത്തോന്നാ എന്റെ ഭാര്യയ്ക്ക് ചെയിൻ മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ? നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട്. ഇത് കണ്ടോ പല്ലവി? നീ ചെയിൻ കട്ടോണ്ട് പോയിട്ട് അവന്റെ മെക്കിട്ട് കയറുന്നോ? നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത്? കണ്ടോ പല്ലവി, ഇവൻ തന്നെയാ ചെയിൻ മോഷ്ടിച്ചത്. ആശ്ചര്യത്തോടു കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു. നീ ഒരു ടെൻഷനും ഇല്ലാതെ അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ തീർത്തിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഇവന്റെ ഒക്കെ അടുത്ത് വർത്തമാനം പറഞ്ഞു നിന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി. ഫ്ലൈറ്റിന് സമയമായി, പോവാം. എടാ, വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കണം. ഞാൻ എൻ്റെ ഭാര്യയുമായി സംസാരിക്കാം. ഇനി നീ വാ തുറന്ന. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി. നീ ഇന്ന് യു എസിലേക്ക് എന്തായാലും പോയിരിക്കും. സമാധാനമായിട്ട് പോയിട്ട് വാ. ഡോണ്ട് പറയും. ബൈ. അബിയെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക്. ട്രാഫിക്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിലെത്തിയെങ്കിലും അകത്തേക്ക് കയറിയ അവൾക്ക് ആ വിമാനം യാത്ര തുടങ്ങിയെന്ന് ഞെട്ടിക്കുന്ന സത്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെല്ലാം കാരണം ആ അബിയ. പല്ലവി ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങള് പല്ലവിയല്ലേ? യെസ്. നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായി. മാഡം വിഷമിക്കണ്ട. പിള്ളേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. വാട്ട്? മേ സീ യുവർ പാസ്പോർട്ട്? ഷുവർ. പാസ്പോർട്ട് എടുത്തപ്പോൾ അബി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ മാല അതിന്റെ കൂടെ കണ്ട് പല്ലവി ഞെട്ടുന്നു. അബി എടുത്തു എന്ന് പറയുന്ന ചെയിനും ഇപ്പോൾ കിട്ടിയ ചെയിനും ഒരുമിച്ച് കണ്ടപ്പോൾ എങ്ങനെ 2 ചെയിൻ വന്നു? പല്ലവിയുടെ കയ്യിലുള്ള 2 ചെയിനുകളെയും കണ്ട് ആ എയർപോർട്ട് സ്റ്റാഫ് ഓ, അപ്പൊ നിങ്ങളാണല്ലേ ആ ലക്കി ലേഡി? ഇതൊരു ലിമിറ്റഡ് എഡിഷൻ സഫയർ മാലയാ. കുറച്ചു നേരം മുൻപാ ഇത് സൂറത്തിൽ നിന്ന് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത് വന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഇത് ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷനാ മാഡം. സോറി. ബോർഡിംഗ് ടൈം ആയി. ഷാൽ വി മൂവ് മിസ്സസ് അഭിമന്യു പിള്ളേ? അഭിമന്യു പിള്ളേ? ഹാപ്പി ബർത്ത്ഡേ സർ, വെൽക്കം ടു ദി ഫാമിലി. ഇത് അങ്ങേക്കുള്ള ഗിഫ്റ്റാണ് സർ, പ്ലീസ്. അത്ര വലിയ സന്തോഷമൊന്നുമില്ലാതെ അബി ആ കാറിൽ കയറിയിരുന്നു. എന്നിട്ട് തൻ്റെ പേഴ്സ് എടുത്ത് അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു. പല്ലവി ഫ്ലൈറ്റ് കയറിയോ? ഇല്ല. എന്താ? പെട്ടെന്നൊന്ന് എൻട്രൻസ് ഗേറ്റ് വരെ വാ. എന്തിന്? അർജന്റാ, പെട്ടെന്ന് വാ. ശരി, വരാം. എയർപോർട്ട് എൻട്രൻസ് നോക്കി ഓടുന്ന പല്ലവി അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന്. ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായി അമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്നു. അതുമാത്രമല്ല, താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു? ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന്? യു എസിലേക്ക് യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന്? ആരാണ് ഈ അഭിമന്യു പിള്ളൈ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.